ദൂരത്തുമരുകളിലായി ഈ ശബ്ദഭാഗങ്ങളുടെ ശ്രവണ പരിമിതിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ദേശനിവാസികൾക്ക് ക്രൈസ്തവ അഭിവാദ്യങ്ങൾ. പുനലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വിവിധ ദേവദാസന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാരംഭിച്ച ലഹരി വിമുക്ത ബോധവൽക്കരണ സന്ദേശവും മനുഷ്യജീവന്റെ പ്രാധാന്യം എന്തെന്നർത്ഥമാക്കുന്ന ഏറെ മഹാത്മ്യവും മനോഹരവും അർത്ഥവത്തമായ ശ്രീ യേശുനാഥന്റെ രക്ഷാസന്ദേശവുമായി ഈ രൂപത്തിന്റെ പെരുമാറിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കാലചരിത്രം മുൻപോട്ട് ഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെയും തത്വചിന്തകന്മാരുടെയും അറിവിന്റെ അർത്ഥവത്തായ പുസ്തകത്താളുകളിലൂടെ ഈ കാലചരിത്രങ്ങളെക്കുറിച്ച് ഏറെ അറിവുള്ളവരും പിന്നിട്ടതാകുന്ന നിങ്ങളുടെ വഴിയാത്രയിൽ നിരവധി പ്രഭാഷണങ്ങൾക്ക് കാതോർക്കുവാൻ ഭാഗ്യം ലഭിച്ചവരുമായ നല്ലവരായ ദേശനിവാസികളെയാണ് ഞാനിവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സന്ദേശത്തിന്റെ ഏറെ മാഹാത്മ്യവും മനോഹരവും അനുഗ്രഹീതവുമായ പ്രമേയ വിഷയം നിങ്ങളുടെ മുൻപാകെ ഓർമ്മപ്പെടുത്തി അതിന് വിശദീകരണം നൽകി ഞാൻ എന്റെ വാക്കുകൾക്കിവിടെ അടിക്കത്തിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഊർത്ത സാമൂഹിക രാഷ്ട്രീയ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾക്ക് കാതോർക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയ ഇരവിപുരത്ത് നല്ലവരായ ദേശനിവാസികളോട് വിവിധ പ്രഭാഷണങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തവും ഏറെ അനുഗ്രഹീതവുമാണ് ഞങ്ങളുടെ സന്ദേശം എന്നുള്ളത്. ഈ ലോക ജീവിതം ആനന്ദപൂർണമാക്കുവാൻ നാം തിരക്കിട്ട ചുവടുകൾ വെക്കുമ്പോൾ നാം പിന്നിട്ട് വന്ന വഴിക്കാരുകളെ നാം ഇന്ന് തിരികെ പരിശോധിക്കുമ്പോൾ അത് ജീവിതത്തിൽ എത്ര മനോഹാരിയും മഹാത്മ്യവും സ്വപ്നസുന്ദരകരമായ വഴിക്കാരുകളല്ല, മറിച്ച് ദൈവത്തിന്റെ കരവിരുമാകുന്ന മനുഷ്യന്റെ കാഴ്ചപത്തിൽ നിന്നും സമാധാനം മുമ്പേ ഒലിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. 6 മുതൽ 60 വയസ്സ് വരെ പ്രായ പരിധിയുള്ളവർ സ്ത്രീപുരുഷ ഭേദമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്കും അടിമയാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു എന്നതാണ് യാഥാർത്ഥ്യ സത്യം. മനുഷ്യനെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ തികച്ചും ഭയാനകം കൊണ്ട് നിറയപ്പെട്ടതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. ഒരു കെട്ടലിഞ്ഞ പുസ്തകത്താണ് പോലെ മനുഷ്യനെ കാണുന്നതിൽ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മാനവജനത്തെ കെട്ടുറപ്പുള്ള ഒരു പുസ്തകമാക്കി മാറ്റുവാൻ ഈ കാലങ്ങളിൽ ഈ നവോത്ഥാന നായകന്മാരുടെ, പണ്ഡിതന്മാരുടെ, തത്വചിന്തകന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ, കവിവരന്മാരുടെ ഹൃദയത്തിനകതാരിൽ വെളിപ്പെട്ട ആശയങ്ങളെ അവർ ഈ ലോകത്തോട് പങ്കുവച്ചു. പക്ഷേ അവയ്ക്ക് മനുഷ്യനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. ഈരുറ്റ സാമൂഹിക രാഷ്ട്രീയ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ ഒരു മൂർച്ചയുള്ള അമ്പ പോലെ മനുഷ്യന് നേരെ എഴുതിവിട്ടു. മനുഷ്യനെ അവരുടെ വാക്കുകൾക്ക് മാറ്റുവാൻ കഴിയാതെ മാനവജനത്തിന്റെ മുൻപിൽ അവർ പരാജയപ്പെട്ട കാലഘട്ടത്തിൽ ഇന്നും ലോകത്തിന്റെ 5 വൻകരയിലും മാനവജനത്തിന്റെ മനുഷ്യനെ മാനസാന്തരം വരുത്തി ഇന്നും കാലഹരണപ്പെട്ടു പോയ ഒരു സന്ദേശമല്ല, മനുഷ്യരാശിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം വരുത്തി ജൈത്രയാത്ര തുടരുന്ന ഒരു അനുഗ്രഹീത സന്ദേശമുണ്ടെങ്കിൽ അത് മുന്തിരിവല്ലുകളുടെയും അത്യവൃക്ഷങ്ങളുടെയും അമരഭൂമി എന്നറിയപ്പെടുന്ന പാലസ്തീനിലെടുത്ത ശ്രീ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത സുവിശേഷമെന്ന് മാത്രമാണ്. ഈ രൂപത്തിന്റെ പെരുമാറുകൾ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഈ ദേശത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഇന്നലകളിൽ മനുഷ്യനെ മാറ്റിയ ഒരു സന്ദേശം, ഇന്നും മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം, നാളെയും മനുഷ്യനെ മാറ്റുവാൻ കഴിവുള്ള ഒരു അനുഗ്രഹീത സന്ദേശമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് മാത്രമാണ്. 66 പുസ്തകങ്ങളും 1183 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും ഉള്ളടയപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ തങ്കത്താലിൽ പൗലോസ്ലീഹ തികഞ്ഞ ദൈവികാശ്രബോധത്തോടും ദൈവിക ആശ്രയ ശരണത്തോടും താനെഴുതിയ അനുഗ്രഹീതമേറിയൊരു വേദവാക്യമെന്ന് വളരെ ശ്രദ്ധിപ്പിക്കാനിടയായി തീർന്നു. എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയ വിഷയം വെളിപ്പെടുത്തുവാൻ ഞാൻ ആ സന്ദേശമെന്ന് നടത്തി നിങ്ങളുടെ മുൻപാകെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധനായ പൗലോസ്ലീഹ താൻ ഇങ്ങനെ രചിച്ചു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇരവിപുരത്തിന്റെ വിരുമാറിൽ ഒരു പ്രാവശ്യവും കൂടി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഏറെ ചരിത്രമുണരുന്ന നിരവധി വിശ്വാസികളുടെ അടിവേറിറങ്ങിക്കിടക്കുന്ന ഈ ഇരവിപുരത്തിന്റെ വിരുമാറിലും ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അന്നിരവിപുരത്തിൽ
കാലത്തും ആയിരമൊക്കെ ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നഗരാനന്തരങ്ങളിലും പട്ടണാനന്തരങ്ങളിലും ദേശാനന്തരങ്ങളിലും ഞങ്ങൾക്ക് പ്രവേശിപ്പാനുള്ള ഞങ്ങൾക്ക് പ്രസംഗിപ്പാനുള്ള ഒരു കരുത്തുറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവെന്ന് മാത്രമാണ്. എന്റെ വിഷയത്തിന്റെ പ്രമേയ വിഷയം ഞാനെന്ന് വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ആരാണെന്നുള്ള ഒരു വിഷയം നിങ്ങളുടെ മുൻപാകെ പ്രസംഗിക്കേണ്ടത് ഏറെ അർത്ഥമായൊരു വിഷയമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ ദേശത്തിന് മുൻപാകെ വരച്ചു കാട്ടുമ്പോൾ ആരാണ് ക്രിസ്തുവെന്നുള്ളതാകുന്ന ഒരു വിശദീകരണങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകേണ്ടത് ഏറെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയുവാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വിവിധ നിലകളിൽ വിവിധ അഭിപ്രായങ്ങൾ ഈ കാലങ്ങളിൽ പറയുവാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. ഈരുറ്റ ചരിത്ര പുരുഷന്മാരുടെ നല്ല ആശയങ്ങൾ കേൾക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയ അനുഗ്രഹീതമായ ഒരുപാട് വാക്കുകൾ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ കാണുവാൻ കഴിയുമെന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. നോക്കെ, യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി ചിത്രീകരിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിനെ ഒരു നല്ല ന്യായാധിപതിയായി കരുതുന്നവരുണ്ട്. യേശുക്രിസ്തുവിനെ ഒരു മതത്തിന്റെ വക്താവായി ചിത്രീകരിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്ര പുരുഷനാണ് യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നവർ ഈ കാലയളവിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത നിലവാരങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ കാലയളവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ കാവൽ മാലാഖി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ ബാബുജിയുടെ മറുപടി വളരെ വ്യക്തമേറിയത് ശക്തമായ ഒരു ഉത്തരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ്. രാജാറാം മോഹൻ റായിയോട് ചോദിച്ചു, തന്റെ അഭിപ്രായം താനിങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ ആ പുണ്യനാഥന്റെ പാദം കഴുകിയ വെള്ളം കുടിക്കുമായിരുന്നു. സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, തന്റെ അഭിപ്രായം വളരെ ശക്തമായിരുന്നു, യേശുക്രിസ്തു എന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ ആ പുണ്യനാഥന്റെ പാദം കഴുകി ആ വെള്ളം കുടിക്കുമായിരുന്നു. എന്റെ ചങ്കില ചോര കൊണ്ട് ഞാൻ ആ പുണ്യനാഥന്റെ പാദം കഴുകുമായിരുന്നു എന്നുള്ള അഭിപ്രായം ഈ ലോകത്തോട് വിശദീകരിക്കാനിടയായി. ചരിത്ര പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി നാം കുടഞ്ഞു പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പെടുത്തുകൾ അതിൽ കൂടി മനസ്സിലാകുവാൻ കഴിയുന്നുണ്ട്. എന്തിനേറെ പറയണം, ഈ ലോകത്ത് ക്രിസ്തുവിന്റെ പിതാവെന്ന് ചിത്രീകരിക്കപ്പെടുന്ന യോസഫിനോട് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ അവതരിച്ചു. മാലാഖ ഇങ്ങനെ യോസഫിനോട് കൈമാറി, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിപ്പുണ്ട്, നീ ഇതിന് യേശുവെന്ന് നേരിടണം. യേശുക്രിസ്തു പറഞ്ഞതാകുന്ന തന്റെ നല്ല അഭിപ്രായങ്ങൾ കടമെടുക്കാൻ ഈ ലോകത്തോട് ക്രിസ്തു ചെയ്ത തന്റെ 33 തിരുവയസ്സ് വരെയും ക്രിസ്തു ജീവിച്ച കാലയളവിൽ ക്രിസ്തു അക്കമിട്ട് ചെയ്ത അത്ഭുതങ്ങൾ വിശദീകരിച്ചാൽ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ ഈ കാലയളവിൽ വെളിപ്പെടുത്തുമ്പോഴും പ്രിയമുള്ളവരെ, യേശു ആരാണെന്നറിയുവാൻ, ക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ നാം അനേക യാത്രകൾ ചെയ്യേണ്ട കാര്യമില്ല, മറ്റിടങ്ങളിൽ സന്ദർശിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിനേറെ വിരൽ ചൂണ്ടി ഭാരത്തിലെത്തിക്കൊണ്ട് ക്രിസ്തു പ്രഖ്യാപിച്ച അവിടുത്തെ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകുവാനിടയായി തീരും. യേശു ക്രിസ്തുവിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ അതിൽ കൂടി ക്രിസ്തു ആരാണെന്ന് വളരെ ശക്തമായി ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നുകൂടി ഞാൻ ഇറങ്ങി പറയട്ടെ, തന്റെ 33 തിരുവയസ്സുകളിൽ താൻ ചെയ്ത അത്ഭുതങ്ങളുടെ വിശദീകരണം നടത്തിയാൽ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കെ, അത്ഭുതങ്ങൾ കൊണ്ടൊരിക്കലും ഞങ്ങളെ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ ലോകത്തോട് തലഭിന്നതമായി പ്രഖ്യാപിച്ച തന്റെ വാക്കുകളെ കടമെടുത്ത് പരിശോധിച്ചു പറഞ്ഞാൽ ക്രിസ്തു ആരാണെന്ന് അതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തു ഭാരത്തിൽ എത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നോക്കാൻ എത്ര കരുത്തുറ്റമാകുന്ന ഒരു സന്ദേശം, എത്ര ആവേശമുള്ളതാകുന്ന ഒരു വാക്കാണ് ക്രിസ്തു ഈ ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിന്നീട് യേശുക്രിസ്തു അവിടെ ചെയ്യുവാനിടയായി തീർന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നീട് യേശുക്രിസ്തു ലോകത്തിന് നേരെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിന്റെ വാക്കുകളെ എന്തെന്നായി പരിശോധിച്ചപ്പോൾ അതിൽ കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, യേശുക്രിസ്തുവിന് കേവലം പ്രവാചകൻ മാത്രമല്ല,
അവരുടെ പ്രവാചകനാണെങ്കിലും പ്രവാചകനേക്കാളും അപ്പുറമാണ് യേശുക്രിസ്തു എന്നുള്ളത്. യേശുക്രിസ്തു ദൈവത്തിന് മനുഷ്യരുടെ കയ്യിലും ഒരു മധ്യസ്ഥനാണെങ്കിൽ യേശുക്രിസ്തു ഒരു കേവലം മധ്യസ്ഥൻ മാത്രമല്ല. യേശുക്രിസ്തു ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതാരമെടുത്തെങ്കിൽ യേശുക്രിസ്തു ഒരു കേവലം മനുഷ്യൻ മാത്രമല്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ എനിക്കതിൽ കൂടി മനസ്സിലായത് യേശുക്രിസ്തു പ്രഖ്യാപിച്ച അവിടുത്തെ പ്രഖ്യാപനങ്ങളോട് തുല്യം പറയുവാൻ, അവിടുത്തെ പ്രഖ്യാപനത്തോട് ചേർന്ന് പറയുവാൻ ഈ നാളുകൾ ഒരു ചരിത്ര പുരുഷന്മാർക്കും കഴിഞ്ഞില്ല, ഒരു ഗുരുക്കന്മാർക്കും കഴിഞ്ഞില്ല, ഈ ലോകം കണ്ട ഒരു പ്രഭുക്കന്മാർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിൽ കൂടി എനിക്ക് മനസ്സിലായ കാര്യം യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമല്ല, യേശുക്രിസ്തു ഒരു ന്യായാധിപതി മാത്രമല്ല, യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനല്ല. അതിൽ കൂടി മനസ്സിലാകുന്നത് യേശുക്രിസ്തു ഒരു നിത്യമായ ദൈവമാണ്, യേശുക്രിസ്തു ഒരു സൗഖ്യദായകനാണ്, യേശുക്രിസ്തു ഒരു രോഗരക്ഷിതാവാണെന്ന് ഈ വാക്കുകൾ കൂടി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇരവിപുരത്തിന്റെ വിരുമാറിലുള്ള ദേശനിവാസികളെ, ഈ ലോക ജീദേശത്തോട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണങ്ങൾ യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുത്തരം യേശുക്രിസ്തുവിനുണ്ട്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിനുണ്ട്. ഈ സന്ദേശം ഇതിന്റെ പുസ്തകത്തിന്റെ താളുകളിൽ കൂടി ലഭിച്ചതുകൊണ്ട്, കരുത്തുറ്റ പ്രഭാഷകന്മാരുടെ സന്ദേശം സ്വാധീനിച്ചത് കൊണ്ടല്ല ഈ ദേശത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ ജീവിതത്തിൽ നേടിയെടുത്തതുകൊണ്ട്, ഈ സന്ദേശം അനുഭവത്തിൽ കൂടി വിളിച്ചു പറയുന്നത് കൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വളരെ കരുത്തേറിയതാണ്, വളരെ ജീവിതത്തിൽ പ്രയോജനം നൽകുന്നതാണ്. അതുകൊണ്ട് അരക്കെട്ടിട്ടുറപ്പിച്ച് ദേശത്തോട് ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവജനത്തിന്റെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഈ കാലങ്ങളിൽ തികച്ചും ഭയാനകം കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേരളത്തെപ്പറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈരുട്ടമാകുന്ന ഹൃദയത്തിൽ ആവേശം നൽകുന്ന, ഹൃദയത്തിൽ കരുത്ത് നൽകുന്ന, ഹൃദയത്തിൽ അഭിമാനം നൽകുന്ന നിരവധി വാചകങ്ങൾ കേരളത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യവശകം പോലെ സാധുന്യമെടുത്തിട്ട് വിശ്രമം കൊള്ളുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശം നാം പാർക്കുന്ന നമ്മുടെ കേരളം എന്നുള്ളതാണ്. കേരളത്തെപ്പറ്റി ഒന്നൊന്നായി കേരളത്തിന്റെ മനോഹാരിത വിശദീകരിക്കാനുണ്ടെന്നിരുന്നാലും കിഴക്കൻ ചക്രവാളത്തിൽ തല സൂര്യരിക്കുമ്പോൾ നമ്മുടെ നെടുമുറ്റത്ത് വന്നു വീഴുന്ന പത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ തികച്ചും മനുഷ്യന്റെ ഹൃദയത്തെ മരവിപ്പിക്കുന്നതാണ്. മനുഷ്യന്റെ രക്തം പരവിച്ചും ഹൃദയം തകരുന്ന നിലയിലുള്ള വാർത്തകൾ ദിനം പ്രതി കേരളത്തിൽ കാണുവാൻ കഴിയുമെന്നത് ഒരു യാഥാർത്ഥ്യ സത്യം തന്നെയാണ്. ഒന്നിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും നഗര വസ്തുക്കൾക്കുമൊക്കെ അടിമകളായി പ്രായപരിധിയില്ലാതെ സ്ത്രീപുരുഷ ഭേദമല്ലാതെ മനുഷ്യർ ഈ കാലങ്ങൾ നനയുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തികച്ചും ഭയാനം കൊണ്ട് നിറയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ നാട്ടിലുള്ള തലമുറകൾക്ക്, ലോകത്തിലുള്ള തലമുറകൾക്ക് ആരെയും ഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നിയമപാലകന്മാരെ ഭയമില്ല, മാതാപിതാക്കളെ ഭയമില്ല, അധ്യാപകരെ ഭയമില്ല. പണ്ടൊക്കെ കാലങ്ങളിൽ വിദ്യാലയങ്ങൾ ചെല്ലുമ്പോൾ ചൂരൽ വടിയുമായി നിൽക്കുന്ന അധ്യാപകനെ ഭയപ്പെട്ട ഒരു തലമുറയുണ്ടായിരുന്നു. ഇന്ന് പേരയുമായി വിദ്യാലയത്തിൽ പോകുന്നവൻ ഇടുപ്പിൽ പേനാക്കത്തിയുമായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു. ആരെയും ഭയമില്ല, ആരെയും പേടിയില്ലാത്ത തലമുറകൾ വാഴുന്ന ഒരു കാലഘട്ടമാണ്. മരണം കൺമുമ്പിൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുൻപ് പ്രസവിച്ച മാതാവിന്റെ കഴുത്ത് കണ്ടിക്കുവാൻ മടിയില്ലാത്ത മകൻ വാഴുന്ന ഒരു കാലഘട്ടം, പിതാവിന്റെ ഇടുപ്പിൽ കത്തിയേറ്റുവാൻ മടിയില്ലാത്ത മകൻ വാഴുന്ന കാലഘട്ടം, സ്വന്തം സഹോദരങ്ങളെ പോലും പച്ചയ്ക്ക് കൊളുത്തുവാൻ മടിയില്ലാത്ത തലമുറകൾ വാഴുന്ന കാലഘട്ടത്തിൽ ഇരവിപുരത്തിന്റെ വിരുമാനിൽ ഞങ്ങൾ ഇറക്കെ ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, ലോകം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങളൊരു പരിഹാരം ആഗ്രഹിക്കുന്നില്ലേ? ലോകം നേരിടുന്ന വിഷയങ്ങൾക്ക് നിങ്ങളൊരു വിമുക്തി ആഗ്രഹിക്കുന്നില്ലേ? പരാജയത്തിനു വേണ്ടി മനുഷ്യൻ കൂപ്പിട്ടുകുത്തുന്ന ഈ ഒരു കാലയളവിൽ മാനവജനത്തെ മാറ്റിമറിക്കുവാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഈരിട്ട പ്രഭാഷണങ്ങൾ എഴുന്നേറ്റു, നവോത്ഥാന ആശയങ്ങൾ എഴുന്നേറ്റു. പക്ഷേ മനുഷ്യനെ അവയ്ക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കുമുള്ള പോരാട്ടങ്ങൾ വാനോളം ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് മാറ്റമില്ല. ഈ കാലങ്ങളിൽ നിയമപാലകന്മാർ, ഈ കാലങ്ങളിൽ നവോത്ഥാന നായകന്മാർ അവരാൽ കഴിയുന്ന ആശയങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ഈ നാളുകളിൽ മാത്രമല്ല, ചരിത്രത്തിന്റെ നാളുകളെന്ന് പുറകോട്ട് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. BC 2280 ആങ്കായി നടത്തിയ പോരാട്ടം മദ്യപാന്മാരില്ലാത്തവരിലാണ്. BC 820
മദ്യപാന്മാരെ മുഖോട് വിളിച്ചു കളയാൻ തീരുമാനമെടുക്കുന്നു. 1908 ലോകമാരിത്തിലകൻ അവകാശപ്പെട്ട് മദ്യത്തെ മയക്കുമരുന്നിനെ നിർത്തലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യ സമരം നേടിയെടുക്കുവാൻ കഴിയൂ. ഇന്ത്യയുടെ നാളന്മാരാകിയായിരിക്കുന്ന മഹാത്മാഗാന്ധി അവിടുന്ന് പ്രഖ്യാപിച്ചു, നമുക്ക് മദ്യവും മയക്കുമരുന്നിനെയും നിർത്തലാക്കിയെങ്കിൽ മാത്രമേ ഒരു നല്ല തലമുറകളെ ഈ നാളുകളിൽ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയൂ. നോക്കേ, ചരിത്രവിരുദ്ധരായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദാൻ ഇങ്ങനെ പറഞ്ഞു, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, അത് കൊടുക്കരുത്, അത് കൊടുക്കരുതെന്നുള്ള തന്റെ പ്രഖ്യാപനങ്ങൾ ഈ ലോകത്തോട് പ്രഖ്യാപിക്കാനിടയായി. എന്തിനേറെ പറയണം, സിസാറയും അശോക ചക്രവർത്തിയും ടിപ്പു സുൽത്താനും തുടങ്ങിയ വ്യക്തികൾ ഈ മദ്യത്തെ മയക്കുമരുന്നിനെതിരെ ഒരു കൊടുങ്കാറ്റിനാൽ ആഞ്ഞടിച്ച പ്രവർത്ത വ്യക്തികളാണ്. പക്ഷേ അവയുടെ ചരിത്രങ്ങൾ ഇന്നും തങ്കത്താളുകളിൽ വളരെ വ്യക്തമായി കിടക്കുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കൾ കൊണ്ട് നിറയപ്പെട്ടതാകുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യനെ അതിൽ നിന്ന് മാറ്റുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ പ്രിയമുള്ള ദേശനിവാസികളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നിനും വിവിധ പ്രശ്നങ്ങൾക്കും അടിമയായി കിടന്ന ഞങ്ങളെ മാറ്റിയെടുത്തത് കരുത്തുറ്റ പ്രവാചകന്മാരുടെ സന്ദേശമല്ല, ചരിത്ര പുരുഷന്മാരുടെ വാക്കുകളല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആകുല ചിന്തകൾക്ക് മാറ്റം വരുത്തി, കഴിഞ്ഞ നാൾ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, ദേശത്തിനും ഭവനത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റിയത് യേശുക്രിസ്തുവിന്റെ കരുത്തുറ്റ സന്ദേശമെന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദേശം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിനുണ്ട്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിനുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടെത്തുവാൻ യേശുക്രിസ്തുവിൽ കൂടി കഴിയുമെന്നുള്ള യാഥാർത്ഥ്യ സത്യം ഇന്ന് പകലിൽ ഈ ദേശത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഞാനെന്നെ ഏറെ ചിന്തിപ്പിച്ച വേദഭാഗങ്ങളും ഉണ്ടാകെ വിശദീകരിച്ച വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഉറക്കെ പ്രഖ്യാപിക്കാനിടയായി, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള കാരണം ഒരു കാതലായ വിഷയം ഒത്തിരി ഒന്നൊന്നായി വിശദീകരിക്കാനുണ്ട്. ഒന്ന് ഞാൻ പറയാം, പാപത്തിലെ കാണ്ടുപോയ മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല. സൃഷ്ടിയുടെ മണികുടമാകുന്ന മനുഷ്യൻ പാപത്തിലെ കാണ്ടുപോയപ്പോൾ മഹത്വം വെടിഞ്ഞ് മാനവതാരം സ്വീകരിച്ച് അറിയപ്പെടുന്ന ഉദരങ്കണമെടുത്ത് ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. മാനവജനത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി തന്റെ 33 തിരുവയസ്സിൽ യേശുക്രിസ്തു പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമാകുവാനിടയായി തീർന്നു. അത് കരുത്തുറ്റ ഒരു സന്ദേശമാണ്, ആവേശത്തോടെ വിളിച്ചു പറയാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പാപത്തിലെ കാണ്ട മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചത്? പക്ഷേ ഒത്തിരി വിശദീകരിക്കാറുണ്ട്. എന്നിരുന്നാലും ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന അനുഗ്രഹീതമായ വേദസൂക്തമുണ്ട്. ഇങ്ങനെയാണ്, അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. ദൈവത്തിന്റെ സാദൃശ്യത്തോടും ദൈവത്തിന്റെ സ്വരൂപത്തോടും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് മാനവജനം എന്നുള്ളത്. അവിടെ മതം നോക്കുന്നില്ല, അവിടെ നിറം നോക്കുന്നില്ല, സ്ത്രീപുരുഷ ഭേദം നോക്കുന്നില്ല. ദൈവത്തിന്റെ കരവിരുന്നനാൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് നാമനമറ്റരും. ആ മനുഷ്യൻ പാപത്തിലേക്ക് ആണ്ടുപോയപ്പോൾ, പാപചിന്തകമാകുന്ന പ്രവൃത്തികളിലേക്ക് പോയപ്പോൾ, ഈ ആളുകളിലുള്ള യാതൊന്നും മനുഷ്യനെ മാറ്റിമറിക്കുവാൻ കഴിയാതെ മാനവജനത്തിന്റെ മുമ്പിൽ ഒന്നായവ പരാജയപ്പെട്ടപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ വേണ്ടി ദൈവമായിരുന്നവൻ തന്റെ ദൈവത്തോടുള്ള സമിത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചു. തന്റെ 33 തിരുവയസ് വരെയും ഈ ഭൂമിയിൽ ജീവിച്ച അനന്തരം മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ യാഗമാകുവാനിടയായി തീർന്നു. നോക്കിയേ, ആ യേശുക്രിസ്തുവിന്റെ സ്നേഹമെത്ര വലിയ സ്നേഹമാണ്. അത് വിശദീകരിക്കുവാൻ വാക്കുകൾ പോരാ. വിശുദ്ധ വേദപുസ്തകം കുറിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ചവന്റെ മഹാസ്നേഹം. ആ മഹാസ്നേഹത്തിന്റെ വിശദീകരണങ്ങൾ പറയുവാൻ വാക്കുകൾ പോരാ, അതളക്കുവാൻ വാക്കുകൾ പോരാ. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ കുറിച്ച്, അവനെ കണ്ടാൽ രൂപകളുമില്ല, ആഴത്തമില്ല, അറിയിക്കാത്ത സൗന്ദര്യമില്ല, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടവനായി. അവന്റെ മുഖഭാവങ്ങൾ മനുഷ്യന് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തുവാനിടയായി, അവന്റെ കോമളത്തെ നഷ്ടപ്പെടുത്തുവാനിടയായി, ക്രൂശിൽ അവൻ വിരൂപമാക്കപ്പെടുവാനിടയായി. സോദര, ഈ വിവരത്തിന്റെ വിരുമാറി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, അവൻ തന്റെ തേജസ് നഷ്ടപ്പെടുത്തിയത്, തന്റെ രൂപകളുമില്ലാത്തവനായി മാറിയത്, അവൻ ചമ്മട്ടുകൾ കൊണ്ട് ആ നടികൊണ്ട് തകർക്കപ്പെട്ടവനായി ക്രൂശിക്കപ്പെട്ടത്, അവസാനത്തിൽ രക്തത്തെയും ഊറ്റിത്തന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്നുള്ള യാഥാർത്ഥ്യ സത്യം ദേശം മറന്നുപോകുവാനിടയായി തീരരുത്. സോദര, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപബന്ധമാകുന്ന ജീവിതത്തിന് വിമോചനമുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി
പരിഹാരമുണ്ട്. യേശുവിനൊക്കെ വേണ്ടി തകരപ്പെട്ടത് കൊണ്ട്, യേശുവിനൊക്കെ വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് യാതൊരുപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ സത്യം താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. യേശുവിന്റെ സ്നേഹങ്ങൾ വിശദീകരിപ്പാനേറെയുണ്ട്. യേശുക്രിസ്തുവിന്റേതാകുന്ന മനുഷ്യന് വേണ്ടി ചെയ്ത അവന്റെ പ്രവർത്തികൾ വിശദീകരിപ്പാനേറെയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കൊടുക്കുകയാണ്. ഈ രഘുകുലത്തിന്റെ വിരുമാറിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പിതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, കുഞ്ഞുങ്ങളെ ഓർത്ത് വാചിലപ്പെടുന്നവരാകാം, നിരാശയറ്റവരായി നിങ്ങളുടെ ജീവന ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാകാം. ഈ ശബ്ദശ്രവണത്തിൽ ഞാൻ നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു യേശുവുണ്ട്. ഏതുവിധ വിഷയമായി കൊള്ളട്ടെ, ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ആ വിഷയങ്ങൾ പരിഹരിച്ചു തരുവാൻ മതിയായ ഒരു യേശുവുണ്ടെന്ന് താങ്കൾ മറന്നു പോകുവാൻ ഇടയായി തീരരുത്. ഈ യേശുവിനെ അറിയുവാൻ, ഈ യേശുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾ ഒരുപാട് ദീർഘദൂര യാത്ര ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികങ്ങൾ നഷ്ടമാക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയ വസ്തുവകകൾ നഷ്ടമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇരിപ്പിടത്തിലുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപബന്ധനമായ ജീവിതത്തിന് പരിഹാരം തരുവാനാണ് ക്രിസ്തുവേ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. എനിക്ക് വേണ്ടിയാണ് നീ ക്രൂശിക്കപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, എന്റെ ജീവിതത്തിൽ രക്ഷ തരുവാൻ, ഞാൻ ഏർപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു തകർക്കപ്പെട്ടത് എന്നതിന്റെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് താങ്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായ നിങ്ങളുടെ ജീവിതത്തിന് വിഷയം തരുവാൻ മതിയായ ഒരു ദൈവമാണ് യേശുക്രിസ്തു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായ ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ മനുഷ്യനെ മാറ്റുവാൻ കഴിയാതെ എല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ, എല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, മാനവജനത്തെ മാറ്റിയ ഒരു രക്ഷയുടെ സന്ദേശം, മാനവജനത്തിന്റെ ജീവിതത്തിന് പുതുമ നൽകിയ ഒരു രക്ഷയുടെ സന്ദേശം, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ കരം പിടിച്ചു കയറ്റിയ ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത്. അതുകൊണ്ട് ഇടവിടത്തിന്റെ ഉരുമാറിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല. അരക്കെട്ടുറപ്പ് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മാനവജനത്തിന് പാപത്തിൽ നിന്നും പരിഹാരം പ്രാപിപ്പാൻ, നിത്യമായ സമാധാനം പ്രാപിപ്പാൻ, നിത്യമായ രക്ഷ പ്രാപിപ്പാൻ ശ്രീ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത സുവിശേഷമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഉലകത്തിലില്ല എന്ന് ഈ രഘുകുലത്തിന്റെ വിരുമാറിൽ ഞങ്ങൾ അരക്കെട്ടുറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, എവിടെ അന്വേഷിച്ചാലും, എവിടെ യാത്ര ചെയ്താലും, എത്രയൊക്കെ പണങ്ങൾ ചെലവഴിച്ചാലും രക്ഷ നിനക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല, രക്ഷ നേടുവാൻ കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം അടിയറയിട്ട് പ്രഖ്യാപിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നവരെ ഞാൻ അതിനാക്കും. രക്ഷയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി രക്ഷയുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിച്ച്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രക്ഷയ്ക്ക് വേണ്ടി അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. സമാധാനത്തിന് വേണ്ടി അന്വേഷിച്ചാൽ ക്രിസ്തു എന്ന വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തെ അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ക്രിസ്തുവിനൊക്കെ പ്രഖ്യാപിച്ച്, എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ആഗ്രഹപ്പെടുന്ന ഏത് വിഷയങ്ങളും ക്രിസ്തു എന്ന വഴിയിലൂടെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യ സത്യം ഇന്ന് പകൽ താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. ഏതെല്ലാം വിഷയങ്ങളുടെ നിലവിൽ ശോധനയറ്റവരായി, രോഗദുഃഖരാജികളാൽ ഭാരപ്പെട്ടവരായി, ഭവനത്തിനകതാരി നിരാശയോടെ കഴിയുന്നവരാകാം. സമാധാനം കാഴ്ചപെട്ടിൽ നിന്നും പാടെ ഒലിച്ചുപോയി സമാധാനം തിരഞ്ഞ് സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ ആത്മഹത്യയുടെ വെട്ടിലായിരിക്കുന്നവരാകാം. രോഗദുഃഖരാജികളാൽ പ്രയാസങ്ങളെ അലയപ്പെട്ടവരായി, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായി, കുടുംബജീവിത സന്തോഷത്തോടെ നയിക്കുവാൻ കഴിയാതെ നിരാശപ്പെടുന്നവരായി, ഒരുപക്ഷെ പുറത്തകത്ത് നിങ്ങൾ ഒതുങ്ങുന്നവരാകാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതാകുലപ്പെടുന്ന വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഏക മാർഗം ശ്രീ യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പകരപ്പെടുവാനിടയായി, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പകരമരണമേൽക്കുവാനിടയായി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി
ക്രിസ്തു ക്രൂശിക്കപ്പെടുവാനിടയായി. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒത്തിരി വിശദീകരിക്കാനുണ്ട്. പക്ഷേ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആകുലപ്പെടുന്ന വിഷയങ്ങൾക്ക് എവിടെയുണ്ട് പരിഹാരമെന്ന് നിങ്ങളൊരു അന്വേഷണം വെച്ചാൽ അത് ക്രിസ്തുവിൽ ചെന്നെത്തുവാനിടയാകും. അത് ക്രിസ്തുവിൽ കൂടി കരസ്ഥമാക്കുവാനിടയാകുമെന്നുള്ള യാഥാർത്ഥ്യ സത്യം താങ്കൾ മറന്നുപോകുവാനിടയായി ചെയ്തത്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുകയാണ്. ഏത് വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തികളായാലും നിങ്ങളുടെ വിഷയങ്ങൾക്ക് ക്രിസ്തുവിൽ കൂടി പരിഹാരമുണ്ട്. ഇപ്പോൾ പ്രിയ കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി താങ്കൾ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായ പ്രിയ കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഈ സത്യോദ്ധാനം കേൾക്കുവാൻ തക്കണം ചെലവഴിച്ച ഈ തീരനിവാസികളായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹമുള്ള മാതാപിതാക്കൾ, സഹോദരിമാർ, പ്രതികാൽ ഭവനത്തിന്റെ ഉള്ളിലും തിരക്കേറിയ ജോലിയുടെ സമയത്തും ഈ മധ്യാഹ്ന സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടുമാരനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രസംഗത്തിന്റെ ആഴങ്ങളിലൂടെ കേട്ടതുപോലെ ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും രോഗത്തിലും ഞെരുക്കത്തിലും വിവിധ പ്രതിസന്ധിയിലായിരിക്കുന്ന ജീവിതങ്ങള് ഭവനത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഓരോരുത്തരുടെയും നിത്യരക്ഷയ്ക്കായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് പ്രാർത്ഥന സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ലതും മനോഹരമാകുന്ന ഈ മധ്യാഹ്ന സമയം കർത്താവേ, ഇരുപൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം രക്തം ചിന്തി കാൽവരി യാഗമായ ദൈവകുഞ്ഞാടിനെ ഹല്ലേലൂയ ഉയർത്തിക്കാട്ടുവാൻ തക്കണം. വിവിധ പശ്ചാത്തലത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ ഈ ലോകമോഹങ്ങളായി ജനതർപ്പുകളായി തങ്ങളെ തന്നെ ചതിച്ച് ഹല്ലേലൂയ ജീവിതം പാഴാക്കിയ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് നിത്യരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആ സമാധാനം ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആ രക്ഷകനെ കാട്ടി കൊടുക്കുവാനും ആ രക്ഷകനുള്ള ഒരു നിത്യ ജീവിതമുണ്ടെന്നും സമാധാനമുണ്ടെന്നും ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് മഹത്വവും മാനവും പുകഴ്ച അർപ്പിക്കുന്ന കർത്താവേ, അടിയങ്ങളെ ഇവിടെ നിന്ന് ശ്രമിച്ചപ്പോൾ തന്നെ അനേക പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടു. അവരൊക്കെ ശാരീരികമായ ക്ഷീണത്തില്, വാർദ്ധക്യസഹജമായ ക്ഷീണത്തിലൊക്കെയും ഹല്ലേലൂയ അവരൊക്കെയും ഹല്ലേലൂയ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് ഭവനങ്ങളിൽ ക്ഷീണിതരായി ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനേക മാതാക്കൾ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പാടുപെട്ട് വളരെ കഷ്ടതയിലും പ്രയാസത്തെ അതിജീവിച്ചുകൊണ്ട് ഭവനങ്ങളിൽ വിശ്രമിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ തീരപ്രദേശത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഈ തീരപ്രദേശത്തുണ്ടായ സുനാമിയുടെ ഹല്ലേലൂയ അഗാധമായ ആ പ്രയാസങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അനേകർക്ക് ഭവനരഹിതരായി, അനേകർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ അവരുടെ ആയുസ്സിൽ അവരാരോഗ്യത്തിൽ നേടിയതായ ഭൗതിക സമ്പത്തിലൊക്കെയും ഒരു നെടി നേരങ്ങൾ കൊണ്ട് മൺമറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ ഇന്ന് അതിൽ നിന്നും പ്രാണനെ ഹല്ലേലൂയ സ്നേഹിച്ച് പ്രാർത്ഥനയെ കരുതി അനേക സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ പ്രയാധിക്കത്തിലുള്ളവരൊക്കെയും അല്ലെങ്കിൽ ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളതായി വിശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ അധ്വാനത്തോടെ മൈലുകൾ താണ്ട് ഈ കടലിൽ അല്ലെങ്കിൽ ഉപജീവനത്തിനായിട്ട് ജോലി കാര്യങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ അവരൊക്കെയും മരണത്തിന് ഹേതുവാകാതെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അല്ലെ പെട്ടിപ്പുലർത്തുവാൻ ദൈവമായ കർത്താവ് അവരേക്ക് സഹായിച്ചല്ലോ. അങ്ങ് കൊടുത്ത ആയുസ്സിനായി, ആരോഗ്യത്തിനായി, അവർ കൊടുത്ത ഭൗതിക സമ്പത്തിനായി പിന്തലമുറക്കാരായി കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അധികമായി നല്ല രീതിയിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഈ മാതാപിതാക്കളൊക്കെ അങ്ങയുടെ നാമത്തിൽ അവരെ ബലപ്പെടുത്തുന്ന കർത്താവേ, അല്ലെങ്കിൽ അവർ വിദ്യാസമ്പന്നരായി ഭൗതിക ജോലിയുള്ളവരായി നല്ല പരിജ്ഞാനമുള്ളവരായി ആ കുടുംബ ജീവിതത്തെ കർത്താവെ അവർ ജീവിക്കുമ്പോൾ അവരെ
അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടേതായ മുന്നോട്ടുള്ള ഹല്ലേലൂയ ജീവിതം എല്ലാം സമൃദ്ധിയായി എന്റെ കർത്താവ് അവിടുന്ന് കൊടുത്ത് ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവ് അവരെ ഓരോരുത്തരെയും ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ ശ്രമിച്ച അല്പസമയം ശ്രമിച്ച എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരാവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. രോഗികൾ ബലഹീനരായിരിക്കുന്നവരൊക്കെയും അവിടെ സൗഖ്യത്തിന്റെ നായകന്റെ കരം നീട്ടി അല്ലെങ്കിൽ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് ലോകം തരാത്ത സമാധാനം വാഗ്ദത്തം ചെയ്ത് വാങ്ങിപ്പോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അവർക്ക് നിത്യസമാധാനം കൊടുക്കുമാറാകണമേ. ഓരോരുത്തരെയും ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷ സമാധാനത്തോടെ സന്തുഷ്ട കുടുംബജീവിതം നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. എങ്കിലും തുറവും അല്ലെങ്കിൽ ചുരുക്കം ജീവിതങ്ങൾ ലോകമോഹങ്ങളായി ജനമോഹങ്ങളായി തങ്ങളെ തന്നെ ചതിക്കുമ്പോൾ ഈ നിമിഷം കർത്താവെ ഒരു മടങ്ങി വരവിന്റെ ഹൃദയമുള്ളവരായി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യതയുടെയും ദൈവത്വത്തിന്റെയും ആത്മാക്കളാക്കി കാണുവാൻ ഞങ്ങൾ കാക്ഷിക്കുന്ന കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് കർത്താവ് ചേർത്തുകൊള്ളുമാറാകണമേ. അതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രദേശവാസികൾ ഓരോരുത്തരെയും പിതാവിന്റെയും പുത്രന്റെയും അല്ലെങ്കിൽ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും കണ്ട് കാണും വരെയും സന്തോഷ സമാധാനത്തോടെ ആരോഗ്യത്തോടെ നിങ്ങൾ കേൾപ്പിച്ച സുവാർത്ത മൂലം ഹല്ലേലൂയ ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറയുവാൻ തക്കണം, കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ, പിൻപറ്റുമെന്ന് പറയാൻ സ്വർഗമാണ് സഹായിക്കണം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം. വിജയുടെ പിതാവേ, ആമേൻ.